തൽക്കാലം തിരിച്ചു പോവാം. ഒരു വലിയ കാടിൻ്റെ ഉള്ളിൽ ഒരു വെള്ളച്ചാട്ടം കണ്ടുപിടിക്കാൻ പോണേണ്. നല്ല മഴയൊക്കെ വരാൻ പോകുന്നുണ്ട്, ഇടിയൊക്കെ മിന്നുന്നുണ്ട്, പിന്നെ അത്യാവശ്യം നല്ലപോലെ കയറ്റം കയറാനുണ്ട്. ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പാറയിൽ പിടിച്ച് വേണം കയറി വരാനായിട്ട്. ഞാൻ വന്നപ്പോൾ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. ഷൂ ഒക്കെ ദേ ഉരുക്കാഞ്ഞ്. നമ്മൾ ഏകദേശം മലയുടെ ടോപ്പിലാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയിൽ കെട്ടായിട്ട് നിൽക്കുന്ന പാറയും അതിൽക്കൂടെ ചെറിയ വെള്ളച്ചാട്ടവും ചെറിയൊരു മഴയും ഇതിൻ്റെ കുറച്ചൊരു ഡിമിന്നലും. ഇതിൻ്റെ മുകളിലായിട്ടൊരു പാറയിൽ നമ്മൾ കൊട്ടിക്കഴിഞ്ഞാൽ മണി കിളിക്കുന്ന ഒച്ച കേൾക്കുന്ന പറയുന്നത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഇത് നമ്മൾ താഴേന്ന് കയറി വരുമ്പോഴാണ് ഇങ്ങനെ ഓരോ സ്പോട്ട് കണ്ടു കിടക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ കയറാനുണ്ട്. കയറി കഴിഞ്ഞാലാണ് നമ്മളെ മണി കേൾക്കുന്ന പാറയുണ്ടാവുക. മണിപ്പാറ കണ്ടുപിടിക്കാൻ വന്നിട്ട് മണിയുള്ള പാറ ഇതുവരെ കിട്ടിയിട്ടില്ല. തൽക്കാലം തിരിച്ചു പോവാം. നമുക്ക് പെട്ടെന്ന് താഴത്ത് ഇറങ്ങാം. ഇപ്പം ഏകദേശം ടോപ്പിലാണ് നിൽക്കുന്നവാ. ഇപ്പം ഫുള്ള് ഇരുട്ടായി, വന്ന വഴി ഇപ്പോൾ കാണാനില്ല. ആ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിറച്ച് മലയൊക്കെ ഉണ്ട്. എവിടെ ചൂണ്ടിൽ ഇടി വെട്ടുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ കാര്യം. മൊത്തത്തിലൊരു നെഗറ്റീവ് വൈബാണ്. മോളിൽ ചെന്നപ്പോൾ ഇടിമിന്നി തിരിച്ചിറങ്ങി വരാൻ നേരത്തെ മരമൊക്കെ കാറ്റുകൊണ്ട് ഇടിഞ്ഞ് വീണ് ഒരു ഹൊറർ വൈബ്. ഹൊറർ വൈബും അഡ്വഞ്ചറസ് വൈബൊക്കെ അടിക്കണമെങ്കിൽ ഈവനിങ് ടൈം ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അത്യാവശ്യം കുറച്ച് പേടിക്കുകയും ചെയ്യാം.